നമസ്കാരം. ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നവർ തന്നെയാണ് ഏവരും. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മനോബലം വർദ്ധിക്കുകയും കൂടാതെ ആ വ്യക്തികൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും. ബുദ്ധിവൈഭവം ആ വ്യക്തികളിൽ വന്നുചേരും. അത്തരത്തിൽ നിരവധി പ്രത്യേകതകളാണ് ഹനുമാൻ സ്വാമിയെ നിത്യവും ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് വന്നുചേരുക. എന്നാൽ ഞാൻ ഈ പരാമർശിക്കുന്ന ഏതാനും നക്ഷത്രക്കാർ ഒരു കാരണവശാലും ഹനുമാൻ സ്വാമിയെ ആരാധിക്കാതിരിക്കരുത് എന്നു തന്നെ പരാമർശിക്കാം. ഇവർ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ഇരട്ടി നേട്ടങ്ങൾ തന്നെയാണ് വന്നുചേരുക. ഇവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ഈ നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹം ജനനം മുതൽ ഉള്ളവർ തന്നെയാകുന്നു. അതിനാൽ ഇവർ ഭഗവാനെ ആരാധിക്കാതിരിക്കുന്നത് ഗുണകരമല്ല. ഈ നക്ഷത്രക്കാർ ജയ് ശ്രീറാം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇവർ പ്രത്യേകിച്ച് ഹനുമത് ക്ഷേത്രങ്ങളിൽ മാസത്തിലൊരിക്കലെങ്കിലും ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ കഷ്ടതകളെയും ദുരിതങ്ങളെയും ജീവിതത്തിൽ നിന്നും പരിപൂർണമായി ഒഴിവാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ആ നക്ഷത്രക്കാർ മൂലം, മകയിരം, ഉത്രം, ചോതി, തൃക്കേട്ട, പുണർദ്ധം, തിരുവോണം എന്നീ നക്ഷത്രക്കാരാകുന്നു. നിങ്ങളുടെ വീടുകളിൽ ഈ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ അത് ഭാഗ്യം തന്നെയാണ്. തീർച്ചയായും ഇവർ ഹനുമാൻ സ്വാമിയെ ആരാധിച്ചു തന്നെ മുന്നോട്ടു പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിനായി ഓം ശ്രീ ഹനുമതേ നമ എന്ന് കമന്റ് ചെയ്യുക. നന്ദി.